മണി ട്രിക്ക് ടാസ്ക് അവസാനിച്ചു. അതിന്റെ വിജയിയായി നോറയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നോറ വിജയിച്ചതിൽ ആ വീട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സന്തോഷമില്ല. പക്ഷെ എന്തു ചെയ്യാനാ, നോറ വിജയിച്ചു കഴിഞ്ഞു. ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത, ആദ്യം പുറത്തുപോയ ആൾക്കാർ പിന്നീട് നിൽക്കുന്ന ആൾക്കാരെ പ്രകോപിപ്പിച്ച് മാക്സിമം അവരുടെ മണി എങ്ങനെയെങ്കിലും ഒന്ന് മുഴക്കി പുറത്തുവിടാൻ വേണ്ടിയുള്ള പലതരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വിധികർത്താവായി നിന്നത് രതീഷാണ്. രതീഷിനെതിരെ അനാവശ്യമായിട്ട് ജാസ്മിനും ശ്രീതുവും ഒക്കെ ഭയങ്കര ബഹളമുണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയാൻ വന്നത്. അതിനകത്തൊക്കെ പറയാനുള്ള പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ വിട്ടിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനകത്തേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ അർജുൻ ഇതിനിടയ്ക്ക് കാണിച്ച ഒരു വൃത്തികെട്ട കളി, അത് മുളകെടുത്ത് ഒരു പാത്രത്തിനകത്തിട്ട് ഗ്യാസിൽ കൊണ്ടുവന്ന് വെച്ച് ചൂടാക്കിയതിനു ശേഷം ഓരോ മത്സരാർത്ഥികളുടെയും മൂക്കിന് കീഴിൽ കൊണ്ടുവന്ന് പിടിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുളകിന്റെ സ്മെല്ല് മൂക്കിനകത്തേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യന് ചുമ വരും. ആ സമയത്ത് ചുമച്ചാൽ മണിയടിക്കും. പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ അവര് മൂക്കിൽ കൂടി ശ്വാസം എടുക്കാതെ വായിൽ കൂടി ശ്വാസം വിട്ടുകൊണ്ട് പല ആവർത്തി പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്തായാലും ബിഗ് ബോസ് ബസർ അടിക്കുകയും ആ സമയത്ത് തന്നെ ആൾക്കാർ കൂട്ടമായിട്ട് അവിടെ ചുമക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ കഴിഞ്ഞു. പിന്നെ അർജുനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് കയ്യിലിരിക്കുന്ന പാത്രത്തിൽ എന്താണെന്ന്. അപ്പോൾ അർജുന്റെ മറുപടി ഇത് മുളക് ചമ്മന്തിയാണെന്ന്. മുളക് ചമ്മന്തി നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം, ഇപ്പോൾ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അർജുൻ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളെ അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്യുകയും അവർക്ക് ശ്വാസതടസ്സവും ചുമയും ഒക്കെ ഉണ്ടാകത്തക്കവണ്ണം ഒരു വൃത്തികെട്ട കളി കളിക്കുകയും അതിനെതിരായി ബിഗ് ബോസ് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ വീട്ടിൽ ആർക്കും അർജുനെതിരായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും അർജുനെ ഒന്ന് വഴക്ക് പറയാനോ താക്കീത് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ പ്രവൃത്തി തന്നെ ജിൻഡോയായിരുന്നു അവിടെ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്തായിരുന്നിരിക്കാം അവിടെ നടക്കുവാൻ സാധ്യതയുള്ള പുകില്. ഉറപ്പാണ് ബിഗ് ബോസിന്റെ വാണിംഗും കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി ജിൻഡോയെ പൊങ്കാലയിട്ട് കൊന്നേനെ. പ്രേക്ഷകരുടെ മുമ്പിൽ ഇയാൾ വെറും വൃത്തികെട്ടവനാണ്, ഇയാൾ പുറത്തുപോയി ബാക്കിയുള്ളവരെ മുഴുവൻ ഒറ്റയടിക്ക് പുറത്ത് കളയുവാൻ വേണ്ടി അയാൾ വൃത്തികെട്ട കളി കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ആ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ ഈ സമയം വരെ എന്തെല്ലാം അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ അത് മുഴുവനും വിളിച്ചു പറഞ്ഞ് അയാളെ ആക്രമിക്കുമായിരുന്നു. പക്ഷേ ജിൻഡോ അങ്ങനെ ചെയ്തില്ല. പകരം അർജുനാണ് ആ സ്ഥാനത്ത് വന്നത്. അർജുൻ ആയതുകൊണ്ട് അർജുൻ പാവമല്ലേ, അർജുൻ നല്ല കുട്ടിയല്ലേ, അർജുൻ എത്ര മനോഹരമായിട്ടാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ അവിടുത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയല്ലേ. ഇനി അർജുൻ അവിടെ ഒരു തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റല്ല, കാരണം ചെയ്യുന്നത് അർജുനാണല്ലോ. ജിൻഡോയ്ക്ക് കുഴപ്പങ്ങളും കുറവുകളും ഒന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ജിൻഡോ ചെയ്യുന്നത് മാത്രമാണ് അവിടെ പ്രശ്നമായി മാറുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ വലിയ തെറ്റുകൾ ചെയ്താലും അതിന് ഒരു നോട്ടം കൊണ്ട് പോലും ആരും മറുപടി പറയാൻ തയ്യാറാകാതെ വരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ജിൻഡോയെ തോളിലേറ്റുന്നതും അയാൾക്ക് വോട്ട് ചെയ്യുന്നതും അയാളെ നമ്പർ 1 ആക്കി അവിടെ നിർത്തുന്നതും. എന്തായാലും എപ്പിസോഡിൽ ലൈവും ഒക്കെ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.